ഈ സീസണിൽ കപ്പ് ആർക്കും കൊടുക്കണ്ട. അനീഷിനും കൊടുക്കണ്ട, അനുമോൾക്കും കൊടുക്കണ്ട, അക്ബറിനും കൊടുക്കണ്ട. കപ്പ് ഷാനവാസ് കൊണ്ടുപൊക്കോട്ടെ. അല്ല പിന്നെ അനീഷിന് കൊടുത്താൽ പറയും അത് കഴിഞ്ഞ സീസണിൽ ജിൻഡോ അഭിനയിച്ച കണക്കാണെന്ന് പറയും. അനുമോൾക്ക് കൊടുത്താൽ PR സക്സസ് ആയി എന്ന് പറയും. അക്ബറിന് കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയും. അക്ബറിനെ വെള്ളപൂശി അക്ബറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സീസൺ തുടങ്ങിയതാണെന്ന് പറയും. എന്നാൽ പിന്നെ അതെ ഇപ്പൊ ലൈവില് ഷാനവാസ് നല്ല അടിപൊളി വേടിക്കട്ട് ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഷാനവാസ് തന്നെയാണ് ഡിസേർവിങ്. സംഭവം എന്താണെന്ന് നോക്കാം. അപ്പോൾ സീരിയൽ ഗ്രാൻഡ് നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആദില അനുമോളെ നല്ലപോലെ അടിപൊളിയായിട്ട് അങ്ങോട്ട് കീറി നാറ്റിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ആദിലയുടെ ആദില മാനിപ്പുലേറ്റഡ് ആകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ശൈത്യ ബിൻസി. ഇവര് ആദിലയെ മാനിപ്പുലേറ്റ് ചെയ്തതാണ്. ആദില ഈ സീസണിൽ എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഒരു കുഴി കുത്തി അതിനകത്തിട്ട് മൂടിയിട്ട് അനുമോളാണ് എല്ലാം ചെയ്തത് എന്ന് ആദില പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അനുമോള് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അങ്ങനെ അനുമോൾ ആകെ ഡൗൺ ആണ്. അപ്പോൾ അഭിലാഷ് വന്നിട്ട് അനുമോളുടെ അടുത്ത് കുറച്ച് ഫണ്ണാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം ലക്ഷ്മി വന്ന് അടുത്തിരുന്ന് അനുമോളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അനുമോളെ നീ കരയല്ലേ. അനുമോളാണെങ്കിൽ ഉള്ളിക്കിടന്ന് നെല്ല വിളിച്ച് കരയാണ്. അനുമോളുടെ ചില കരച്ചിലിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഇങ്ങനെ കരയാനായിട്ട് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കരച്ചിൽ വരും. അപ്പൊ നമ്മളിങ്ങനെ പിടിച്ചിരിക്കും. എന്നിട്ട് എവിടെയെങ്കിലും ആരെങ്കിലും കാണാതെ അനുമോള് ഓൾറെഡി ഇതിൽ പലതവണ ഈ പിടിച്ചിരുന്ന് കരഞ്ഞിട്ടുള്ള കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. ഫേസ് എക്സ്പ്രഷൻസ് മാത്രം വെച്ചിട്ട് ആ കരച്ചിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലക്ഷ്മി അടുത്ത് പോയിരുന്നിട്ട് അനുമോളെ നീ പുറത്തെ കാര്യങ്ങൾ ഒരുപാട് ചിന്തിക്കേണ്ട. ഇവരെല്ലാവരും വന്ന് പറഞ്ഞ് ഇവരൊക്കെ ഒരുപാട് പേര് കൈയടിച്ചു. ഈ കൈയടിച്ച ആൾക്കാരെയൊക്കെ നീ നോക്കി വെച്ചിരിക്കുക. അവർ കൈയടിച്ചതിൽ പകുതിയും പുറത്തുള്ളവർക്കും ഈ പറയുന്ന ഇവിടുന്ന് പോയ പലർക്കും അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് നിന്നോട് അസൂയയുണ്ട്. ആ അസൂയ ഓഡിയൻസിന്റെ ഇടയിലേക്ക് നീ പുറത്തോട്ട് പോകുമ്പം ആ അസൂയ എന്തായാലും ഉണ്ടാകത്തില്ല. പിന്നെ നിന്നെ പുറത്തിറങ്ങുമ്പോൾ കൈയടിക്കാനും അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രെയിലർ നീ കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ ഓൾമോസ്റ്റ് നിനക്ക് എന്താണ് ഒരു ഇമേജ് എന്നുള്ളത് നിനക്ക് മനസ്സിലായല്ലോ. പുറത്തിറങ്ങുമ്പോൾ നീ എല്ലാം കൊണ്ടും പ്രിപ്പയർഡ് ആയിരിക്കുക. പുറത്തിറങ്ങുമ്പോഴും നിനക്ക് ഇതൊരു ട്രെയിലറാണ്. പുറത്തിറങ്ങുമ്പോൾ നിനക്ക് എന്തായാലും ഉണ്ട്. പക്ഷേ നീ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അത് മാത്രമല്ല നീ നിനക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, നീ ഒരുപാട് പേർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു വ്യക്തിയാണ്. ഞാനും നീയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ കുറച്ച് സദാചാരം ഒന്നും ഇല്ലാത്ത എൻ്റെ ലൈഫ് വേറൊരു രീതിയിലാണ്. പക്ഷെ നീ അങ്ങനെയല്ല. നിന്നെ ആ ഒരു തരത്തിൽ തന്നെ റെസ്പെക്ട് ചെയ്യുന്നതായിട്ടാണ് ലക്ഷ്മി പറയുന്നത്. അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട് നീ ചീഞ്ഞളിഞ്ഞാലും മറ്റുള്ളവർക്ക് വളമാകാൻ മാത്രം നോക്കുന്ന ഒരാളാണ് നീ എന്ന് ലക്ഷ്മി അനുമോളോട് പറയുകയാണ്. അതിങ്ങനെ അത് അറിയാം, എനിക്കറിയാം. ഞാൻ അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ടില്ല, എൻ്റെ വീട്ടുകാർക്കാണ് ജീവിച്ചിട്ടുള്ളത് എന്ന രീതിയിൽ അനുമോൾ അത് ലക്ഷ്മിയുടെ അടുത്ത് തിരിച്ചു പറയാൻ ശ്രമിക്കുന്നുണ്ട്. അനുമോൾ പലതവണ പറഞ്ഞ കാര്യങ്ങളാണ്. പലപ്പോഴും അനുമോളുടെ ഒരു റിയൽ ലൈഫ് എന്താണെന്നുള്ളത് ഇപ്പം അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനുമോളുടെ ഫാമിലിയും ഇതെല്ലാം പുറത്ത് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനുമോള് ലക്ഷ്മിയോട് ചോദിക്കുകയാണ്. കുറച്ച് ഡിസ്റ്റൻസിലാണ് അവർ ഇരിക്കുന്നത്. കാരണം ഈ പറയുന്ന ലക്ഷ്മി എവിക്റ്റ് ആകുന്നതിന് തൊട്ട് മുമ്പ് വരെയും അനുമോളെ നന്നായിട്ട് മുഖത്ത് നോക്കി കുറ്റം പറഞ്ഞിട്ടുണ്ട്. അനുമോളൊരു നല്ല മത്സരാർത്ഥിയാണ്. പക്ഷേ ഈ പറയുന്ന കണക്ക് ഈ ക്യാമറ എവിടെയുണ്ട് എന്ന് നോക്കി വലിയ ഡ്രാമ എടുക്കാതെ, പിന്നെ അതുപോലെ തന്നെ നോമിനേഷനൊക്കെ വരുമ്പോഴത്തേക്കും വോട്ടുകൾ അസാധുവാക്കാതെ കളിക്ക് എന്നൊക്കെ ഈ ലക്ഷ്മി ഒരുപാട് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ലക്ഷ്മിക്ക് ഈ പറയുന്ന അനുമോളുമായിട്ട് അധികം വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല. ലക്ഷ്മിക്ക് ആരുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് ഇല്ല. ഇവിടെ വന്നിട്ട് അനുമോളെ ഇത്രയും ബാക്ക് സ്റ്റാബ് ചെയ്ത് അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നത് കണ്ടിട്ടുള്ള ലക്ഷ്മിയുടെ മാറ്റമാണിത്. അപ്പോൾ അവർ തമ്മിൽ കുറച്ച് ഡിഫറൻസിലാണ് ഇരിക്കുന്നത്. അപ്പം അനുമോള് ലക്ഷ്മിയോട് പറയാണ്, ഒന്ന് ഹഗ് ചെയ്യോ, എന്നെ ഒന്ന് ഹഗ് ചെയ്യോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ലക്ഷ്മി ആ ഒരു സന്തോഷത്തോടെ തന്നെ ഹഗ് ചെയ്തുകൊണ്ട് വീണ്ടും ലക്ഷ്മി അനുമോളോട് പറയാണ്, നീ കരയരുത്, കരയാതിരിക്കുക, നീ സ്ട്രോങ് ആയിട്ടിരിക്കുക, ഇവിടുത്തെ കാര്യങ്ങളൊന്നും നീ ശ്രദ്ധിക്കണ്ട. ഇനി എന്തായാലും നീ ഇപ്പം ഇത്രയും ദിവസമായില്ലേ, ഇത്രയും സ്ട്രോങ് ആയിട്ട് നീ ഇത്രയും വരെ പിടിച്ചു നിന്നില്ലേ, അപ്പോൾ അതനുസരിച്ച് നില്ല് എന്ന് പറഞ്ഞ് നല്ല ടൈറ്റായിട്ട് അനുമോൾ അത്രയും ടൈറ്റായിട്ട് ഹഗ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അനുമോളും അതുപോലെ ലക്ഷ്മിയും കൂടെ ടേബിളിൻ്റെ അകത്തോട്ട് പോയപ്പോഴത്തേക്കും ഷാനവാസിന്റെ തൊട്ടടുത്ത് റെന ഫാത്തിമയുണ്ട്. അതിന്റെ അപ്പുറത്തായിട്ട് ജിഷിൻ ഇരിപ്പുണ്ട്. ഇവരെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഷാനവാസ് നല്ല ട്രിഗർ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ആദില പറഞ്ഞതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ആ ഒരു മറ്റേ മോർണിംഗ് ആക്ടിവിറ്റിയുടെ കംപ്ലീറ്റ് കാര്യം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ കാണുക. അതിൽ ആദില പറയുന്ന ഒരു കാര്യം, ഈ അക്ബറിനെ കുറിച്ച്, അക്ബറിനെ അങ്ങ് ഒരുപാട് തെറ്റിദ്ധരിച്ചു, അക്ബറിനെ വെള്ളപൂശു ആണെന്നൊക്കെ ഈ പറയുന്ന കണക്ക് അനുമോള് പറഞ്ഞപ്പോഴാണ് അങ്ങനെയൊക്കെ തോന്നിയത്. സത്യം പറഞ്ഞാൽ അക്ബർ ഒരു നല്ല മനുഷ്യനാണ് എന്നൊക്കെ ആദില അവിടെ പറയുന്നുണ്ട്.
ശരിക്കും പറഞ്ഞാൽ അങ്ങേറ്റം 100% മാനിപ്പുലേറ്റഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികൾ ആദിലയും നൂറയുമാണ്. കാരണം എന്ന് വെച്ചാൽ അക്ബറിനൊരു കപ്പ് എന്ന് പറഞ്ഞിട്ട് പഴയ എവിക്റ്റായ എല്ലാ മത്സരാർത്ഥികളും അല്ലെങ്കിൽ ഒരു കൂട്ടം മത്സരാർത്ഥികൾ ഗ്രൂപ്പ് ചേർന്ന് കളിക്കുകയാണ് ഇപ്പോൾ അക്ബറിന് കപ്പ് കൊടുക്കാൻ വേണ്ടി. ആദിലയ്ക്കും നൂറയ്ക്കും നല്ലൊരു ഫാൻ സപ്പോർട്ട് ഉണ്ട്. അവരുടെ സപ്പോർട്ട് വരെ ഈ പറയുന്ന അക്ബറിലേക്ക് പോകാൻ വേണ്ടി, അക്ബറിന് മാത്രം വോട്ട് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുമോളെ എന്നാൽ മാത്രമേ തേർഡ് ആക്കാനെങ്കിലും പറ്റൂ. അപ്പോൾ അക്ബർ, അനീഷ്, അനുമോള് എന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അക്ബർ, അനീഷ്, മറ്റേ ഷാനവാസ്, അനുമോള് എന്ന തരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, അപ്പോഴും ഏറ്റവും ലാസ്റ്റ് കിടക്കുകയാണ് ആദിലയും നൂറയും. ആ ഒരു തരത്തിലേക്ക് വോട്ട് മാറ്റാൻ വേണ്ടി മാത്രമാണ് ഇവരെല്ലാവരും കയറി വന്നിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഷാനവാസ് അവിടെ പറയുന്നുണ്ട്. ഷാനവാസ് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത് ഇന്നലെ രാത്രി അങ്ങ് വെളുപ്പിനെ വളരെ ലേറ്റ് ആയതിനു ശേഷം ഈ പറയുന്ന അനുമോളെയും ആദിലയും നൂറയും തമ്മിൽ കൂട്ടുകൂടിക്കാൻ വേണ്ടിയിട്ട് ഒരു സന്ധി സംഭാഷണത്തിനായിട്ട് ഷാനവാസ് ചെന്നിരുന്നു. നമ്മൾ കണ്ടതാണ് എപ്പിസോഡിൽ. ഞാൻ ലൈവ് ഒന്നും കാണാതിരുന്നില്ല, എനിക്ക് കിടന്ന് ഉറങ്ങണമായിരുന്നു. അപ്പം എപ്പിസോഡിൽ ഞാൻ അത് കണ്ടിരുന്നു. ഞാൻ അത് ആലോചിക്കുകയും ചെയ്തു, ഈ അനുമോള് പോയി നൂറയെ അങ്ങ് തലവീഴായിട്ട് കെട്ടിപ്പിടിച്ച് എന്തിന്? അവിടെ ആ ഒരു വലിയ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ 7 പേര് സ്റ്റിൽ നൗ അവർ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് തിരിച്ചറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഇവര് 3 പേരും അങ്ങ് സന്ധി സംഭാഷണത്തിൽ ഒപ്പിട്ട് കൊടുത്തത്. എന്നിട്ടാണ് ഇന്ന് രാവിലെ ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റി വന്നപ്പോൾ വളരെ ഹാപ്പി ആയിട്ട്, അത് ഇപ്പം ഷാനവാസ് പറഞ്ഞ വാക്കിതാണ്, ഈ കൂട്ടയടി ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഇത്തരത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാനുമാണെങ്കിൽ ഈ ആക്ടിവിറ്റിയിൽ വേണ്ടായിരുന്നല്ലോ, ഈ ആക്ടിവിറ്റി അതിനു വേണ്ടിയിട്ടല്ലായിരുന്നുവല്ലോ. എന്തിനാണ് അപ്പൊ ഇന്നലെ രാത്രി എന്റെ മുന്നിൽ കാണിച്ചത് നാടകമാണോ? ആദില അപ്പോൾ ഈ അനുമോളുടെ അടുത്ത് സന്ധി സംഭാഷണം ഒപ്പിട്ട് ഇവര് തമ്മിൽ പ്രശ്നമില്ലാന്ന് പറഞ്ഞ് കൂട്ടുകൂടിയത് അതെന്റെ മുമ്പിൽ കാണിച്ചത് അഭിനയമാണോ? പിന്നെ അക്ബറിനെതിരെ ഈ എല്ലാ ടാസ്ക് കഴിയുമ്പോഴും ഈ പറയുന്ന ആദില ഷാനവാസിന്റെ അടുത്ത് വന്നിരുന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തൊന്നും അനുമോൾക്ക് പങ്കില്ല. എന്നിട്ട് അപ്പോൾ ആ ആദില ഇതെല്ലാം അനുമോൾ മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് പറയുന്നു. അതെവിടുത്തെ ന്യായമാണ്? അത് ഷാനവാസ് ചോദിക്കുകയാണ്. പിന്നെ റെന ഫാത്തിമ അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ റെനയോട് ഷാനവാസ് പറയാണ്, എനിക്കിത് എന്തിന്റെ കേടാണ്? ഞങ്ങൾ 7 പേരും ഇപ്പോഴും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ആദിലയും നൂറയും അനുമോളുമായിട്ട് വാക്കുതർക്കം ഉണ്ടാക്കി അവരുടെ സൗഹൃദത്തിൽ വിള്ളൽ വീണാൽ ഉറപ്പായിട്ടും അവരുടെ എന്തായാലും വോട്ട് കുറയും. കാരണം ഇവർ ഇത്രയും നാളും നമ്മളെ പറ്റിക്കുകയാണല്ലേ, കൂട്ടുകൂടി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ വെച്ച് നമ്മളെ പറ്റിക്കുകയാണ്, കബളിപ്പിക്കുകയാണല്ലേ എന്ന് പറഞ്ഞാൽ അവരുടെ വോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് വോട്ട് കിട്ടും, എനിക്ക് സുഖമായിട്ട് ജയിക്കാം, പക്ഷെ ഞാനത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അത്രയും ചിന്തിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന തിരിച്ചു വന്നവരുടെ ഇടയിൽ പെട്ടുപോയിരിക്കുന്നത് അക്ബറും ആദിലയും നൂറയുമാണ്. കാരണം അവരെല്ലാവരും പറയുന്ന മാനിപ്പുലേഷൻസിലൊക്കെ വീണ് അവരുടെ ഗെയിം മറന്ന് പുറത്തെന്താണ് നടക്കുന്നതെന്ന് ഇങ്ങനെ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തേടി പിടിച്ച് കേൾക്കുകയാണ് ഇവര് 3 പേരും. ആദ്യം വന്നപ്പോൾ അനുമോൾക്ക് ആ ഒരു കുഴപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അനുമോൾക്ക് മനസ്സിലായി എല്ലാവരും വന്നിരിക്കുന്നത് തന്നെ പഞ്ഞിക്കിടാനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അനുമോൾ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞ് പുറത്ത് എന്താണ് ശരിക്കും നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അനുമോള്. നെവിന് പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ ബിന്നി, ശാരിക ഇവരൊക്കെ പറയുന്നത് നെവിന്റെ PR ആയിട്ട് അവരിപ്പോൾ വർക്ക് തുടങ്ങിയെന്നാണ്. അതുകൊണ്ട് തന്നെ നെവിൻ അവിടെ ഹാപ്പി ആയിട്ട് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ലാതെ അവിടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നെവിനാണ്. ഈ ഒരു സീസണിൽ ഒരു ഭാഗ്യം ചെയ്ത മത്സരാർത്ഥി എനിക്ക് തോന്നുന്നു നെവിനാണ്. അങ്ങനെ എന്തായാലും ഷാനവാസ് അനുമോൾക്ക് ഇത്രയും ഒരു സപ്പോർട്ട് കൊടുത്ത് നിൽക്കുന്നത് വിശ്വസിക്കണ്ട. പക്ഷെ എങ്കിലും ഞാൻ പറയുകയാണ്, ഷാനവാസ് ഇപ്പോൾ ഈ കളിയിൽ നന്നായിട്ടൊരു ഗോൾ അടിച്ചിട്ടുണ്ട്. ഷാനവാസ് പറഞ്ഞതാണ് ശരി. ഇപ്പൊ ഈ അവസാന നിമിഷം ഇമാതിരി വെറും കച്ചറ സ്വഭാവം കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഓക്കെ, ഇതൊക്കെ അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോഴേ നമുക്കും അതൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത് മീൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, അവർക്കേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഏതായാലും നിങ്ങൾക്ക് മനസ്സിലായത് കമന്റ് ചെയ്യുക. അപ്പോൾ സീരിയൽ കാരണം ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.